വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തെങ്കാശി വരെ പോവുകയാണ്. ഞങ്ങൾ അന്ന് ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ? ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് തെങ്കാശി പോകുന്നത് ഞങ്ങളെ വീടിന്റെ സാധനങ്ങൾ ഞങ്ങൾക്ക് എടുക്കാനുണ്ട്. അന്ന് കുറച്ച് എടുക്കും. അപ്പോൾ ഇനി ബാലൻസ് സാധനങ്ങൾ കുറച്ച് എടുക്കാനുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ മറന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ അവർ തന്നുവിടും. അപ്പോൾ ഇന്ന് ബാക്കി സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തെങ്കാശി വരെ പോവുകയാണ്. മഴ നല്ല മഴയാണ്, അങ്ങോട്ട് നല്ല മഴയാണെന്നാണ് അറിവ്. പിന്നെ ഞങ്ങൾ ബൈക്കിലും കൂടെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ സെറ്റാണ്. എല്ലാം ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നത്. അന്ന് ഞങ്ങൾ കാറിലാണ് പോയത്, പക്ഷെ ഇന്നിതാ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. കാറിൽ പോകുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ. അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേശരി അല്ലേ ആശാരി പേരെന്തോന്നാ, സന്തോഷം. ആശാരിയും പിന്നെ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനുമായിട്ട് ബൈക്കിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ അതിന്റെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ബൈക്കിൽ കൊണ്ടുവരാനുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്നതും പിന്നെ അങ്ങോട്ടുള്ള യാത്രയൊക്കെ ഞങ്ങൾ വ്ലോഗായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ മഴയാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. മാക്സിമം പോകണം, ഞങ്ങൾക്ക് ഇനി വേറെ ടൈമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി മാക്സിമം പോകാനാണ് നോക്കുന്നത്. ഇനി ബാക്കി വിശേഷങ്ങൾ ബാക്കി വീഡിയോയിൽ. മഴയാണ്, ഇവിടെ നല്ല മഴയാണ്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കോട്ടൊക്കെ എടുത്തിടുന്നു. അങ്ങോട്ടാണ് പൊന്മുടി റൂട്ട്. ആ കാറൊക്കെ പോകുന്നില്ലേ, ആ റൂട്ടാണ് പൊന്മുടി റൂട്ട്. ഞങ്ങൾക്ക് പോവേണ്ടത് ഈ റൂട്ടാണ്, ആ റൂട്ടാണ് ഞങ്ങൾക്ക് പോവേണ്ടത്. പിന്നെ ഞങ്ങളിത് ആ മഴയത്ത് നിൽക്കുകയാണ്, നല്ല മഴ. കോട്ടൊക്കെ എടുത്തിട്ട് എന്തോ നോക്കാൻ വേണ്ടി. നല്ല മഴ, ഞങ്ങളുടെ യാത്ര ഇനി എന്താവും അറിഞ്ഞു. നല്ല മഴ. ചേട്ടൻ ഒരു കവർ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, കാണിച്ചു. ഈ കവർ ഇത് ഫോണ് എന്തായാലും നല്ല മഴയാണ്, അപ്പൊ ഫോണ് നനയത്തില്ല. കൊള്ളാവോ ഇത്? ലൊക്കേഷനൊക്കെ ഇട്ട് പോകുമ്പോ അത് ഓക്കെ ആയിരിക്കും. കൊള്ളാല്ലേ സാധനം? ഇത് സ്ക്രീൻ വർക്ക് ആവുന്നുണ്ടോ? ആ, സ്ക്രീൻ വർക്ക് ആവുന്നുണ്ട്. കൊള്ളാം. എനിക്കും കൂടെ ഒരെണ്ണം മേടിച്ചത് കേട്ടോ. അപ്പൊ എന്റെ ഫോണിലും കൂടെ ഇടാം. ആ ചേട്ടാ, എനിക്കും കൂടെ ഒരെണ്ണം മേടിക്കാൻ പോയി. അപ്പൊ ഈ മഴയത്ത് നല്ല യൂസ്ഫുൾ ആണ്. എന്താ
കഴിക്കാൻ വേണ്ടി കയറി. ഊണും ഫിഷും എല്ലാം കൂടെ വെച്ച് കഴിക്കാം.
ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഒരു പാലത്തിൻ്റെ കീഴെ വന്ന് നിൽക്കുകയാണ്. ഇത് നമുക്ക് മൂവി ഷാരൂഖ് ഖാൻ. ഷാറൂഖ് ഖാൻ്റെ ഒരു മൂവിയിലുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ടോപ്പ് ലൈൻ നമുക്ക് ട്രെയിൻ കാണാൻ പറ്റുമോ? മഴ സ്റ്റാർട്ട് ചെയ്തല്ലേ?
പഴയ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള സ്ഥലം പോലെ അടിപൊളിയല്ലേ? അതാണ് തെങ്കാശി ക്ഷേത്രം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങറ്റം കണ്ടോ? അതാണ് തെങ്കാശി ക്ഷേത്രം. അതിനടുത്താണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ഫേമസ് ക്ഷേത്രമാണ് തെങ്കാശി. നമ്മളിത് എത്താറായി. തെങ്കാശി ക്ഷേത്രത്തിനടുത്താണ് ഞങ്ങൾക്ക് പോവേണ്ടത്. ദൂരേന്ന് നോക്കുമ്പോൾ തന്നെ വ്യൂ നോക്കിയ ക്ഷേത്രത്തിൻ്റെ അടിപൊളിയാണ്. കണ്ടോ തെങ്കാശി ക്ഷേത്രം. ബൈക്ക് വിടുവോ? ബൈക്ക് വിടുവോ? ഇതാണ് തെങ്കാശി ക്ഷേത്രം ഗൈസ്. കണ്ടോ? ഫേമസ് തെങ്കാശി ക്ഷേത്രം. ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തി. പിന്നെ പുറകില് തെങ്കാശി ക്ഷേത്രം കാണാം. പാല മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലമാണ് കണ്ടോ. തെങ്കാശി ക്ഷേത്രത്തിനടുത്ത് തൊട്ട് ഫ്രണ്ടിൽ ആണ് തെങ്കാശി ക്ഷേത്രം. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആ ചേട്ടൻ പോകുന്നു.
ഗൈസ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇപ്പം 9 മണി 9 അല്ലേ 9:15 ഞങ്ങളങ്ങനെ തെങ്കാശിയിൽ നിന്ന് ഇപ്പോൾ ഒരു 21 കിലോമീറ്റർ ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ എവിടെ തെന്മല ഹെയർ പിന്ന് കയറി തുടങ്ങി. ഹെയർ പിന്ന് കുറേ ദൂരം ഉണ്ടല്ലേ, ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വന്ന വരവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, അതൊരു ഫുൾ ഫോറസ്റ്റ് ഏരിയയാണ്. കുറച്ച് വ്ളോഗൊക്കെ എങ്കിലും മാക്സിമം ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ലൈറ്റ് ഉള്ളിടത്ത് ഞങ്ങൾ ഒരുങ്ങി നിന്നിട്ട് മഴ തുടങ്ങി. അതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ബോർഡ് കാണിച്ചു തരാം. കണ്ടോ, 21 കിലോമീറ്റേഴ്സ് ഞങ്ങളിങ്ങ് മാറി. ഇപ്പോൾ ഹെയർ പിന്ന് തുടങ്ങിയിട്ടുണ്ട് ലോഡ്. പിന്നെ ഇനി കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ബാക്കി വ്ളോഗ് എടുക്കാം. കാരണം ഇത് ഫുള്ളും ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ മഴയും തുടങ്ങി. അപ്പോൾ ഇനി വ്ളോഗ് എടുക്കുന്നത് നടക്കത്തില്ല. അവിടെ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ ബൈക്കിൽ കെട്ടി വെച്ചേക്കാം, കാണിച്ചു തരാം. കണ്ടോ, ഇത് 2 ബാഗ് ഇവിടെ ഉണ്ട്. ഒരെണ്ണം നമ്മൾ കൊണ്ടുവന്ന ബാഗ് ചേട്ടൻ്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബാഗുണ്ട്, ഇതെൻ്റെ മടിയിലിരിക്കും. ഇത് ബാക്കിൽ 2 എണ്ണം, പിന്നെ ചേട്ടൻ്റെ ഒരു ബാഗ്. ഇത്രയും ലഗേജസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലഗേജസ് കൊണ്ടാണ് ഞങ്ങൾ ഇനി പോകുന്നത്. പിന്നെ അങ്ങനെ അത് പോയിട്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. ഞങ്ങളിങ്ങനെ അല്ലാതെ പോയിട്ടുണ്ട്, പൊന്മുടി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നൈറ്റ് ഇതുവരെ ഒരു ഫോറസ്റ്റിൽ കൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹെയർ പിന്ന് വഴിയോ ഞങ്ങൾ പോയിട്ടില്ല. ചേട്ടൻ പോയിട്ടുണ്ടോ? ചേട്ടനും പോയിട്ടില്ല. ചേട്ടൻ അല്ലാതെ ട്രെയിനിങ്ങിന് കാര്യത്തിൽ അങ്ങനെ അവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു വർക്കിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇടയ്ക്കെങ്ങാനും വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. ബാക്കി ഞങ്ങൾ കഴിക്കാൻ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നല്ല ഹൈ റേഞ്ചാണ്, നല്ല ഫോറസ്റ്റ് ഏരിയ. ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഹെയർ പിന്ന് കയറിയതേ ഉള്ളൂ. ഇനി കുറേ ഡിസ്റ്റൻസ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. 100 കിലോമീറ്റർ വെളുപ്പിന് അങ്ങ് എത്തുമായിരിക്കും. പതുക്കെ പയ്യെ പോകാം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ പെറോട്ട പറഞ്ഞു. ഞാൻ ഇങ്ങനെ അടുത്ത് കഴിക്കുന്നു. ചേട്ടൻ പെറോട്ട പറഞ്ഞു, ഞാൻ ദോശ പറഞ്ഞിട്ടുണ്ട്. ഇനി കഴിക്കണം. ഇത് നല്ല തലവേദന. അപ്പോൾ ഞങ്ങളവിടെ തെങ്കാശിയിൽ നിന്ന് തന്നെ ഞാൻ ടാബ്ലറ്റ് മേടിച്ചായിരുന്നു ആ തലവേദനയ്ക്കുള്ള. അപ്പോൾ അത് കഴിച്ചിട്ട് ദോശ കഴിച്ചിട്ട് ടാബ്ലറ്റും കൂടെ കഴിക്കണം. അങ്ങനെ ഇവിടെ ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വലിയ മഴ ഇല്ല. ഇങ്ങോട്ട് പോകുമ്പോൾ മഴയായിരുന്നു. ഇനി ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മഴ കാണും. മഴ ഇച്ചിരി കുറവാണ്. പിന്നെ തണുപ്പുണ്ട്, ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. അങ്ങനെ ഞങ്ങളിനി കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം.
ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തെങ്കാശി വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.